അമ്പലപ്പുഴയിൽ MLA-യുമായി ബന്ധപ്പെട്ട് റിസോർട്ടിന്റെ മതിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് MLA-ക്കെതിരെ കേസെടുത്തു. അത് പോലീസ് നടപടിക്രമങ്ങൾ പാലിക്കാതെ ധൃതിപ്പെട്ട് കേസെടുത്തതാണ്, സംസ്ഥാന പോലീസ് നയത്തിന് വിരുദ്ധമാണെന്നാണ് MLA പറയുന്നത്. ജില്ലാ സെക്രട്ടറി ശ്രദ്ധയിൽപ്പെട്ടു. അത് യഥാർത്ഥത്തിൽ അവിടെ എന്ന് വെച്ചാൽ ഈ അനധികൃതമായ ഒരു മതിൽ നീക്കാണ്. അവിടെ ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലാണ് അത് നിന്നത്. അത് അവിടെ പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ആവശ്യപ്പെട്ടതാണ്, മാറ്റണമെന്ന് പറഞ്ഞാണ്. പക്ഷെ അത് മാറ്റാണ്ട് അവര് അതവിടെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറെ അധികം ആൾക്കാർക്ക് സഞ്ചാരം ചെയ്യാനുള്ള സൗകര്യം തടസ്സപ്പെടുത്തുകയാണ് ഇത്. ആ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞപ്പോഴത്തേക്ക് MLA അല്ല പോയി പൊളിച്ചത്. MLA പറഞ്ഞ് അവർ നാട്ടുകാരെല്ലാം അവിടെ പറഞ്ഞ് പൊളിക്കുമെന്ന് പറഞ്ഞാൽ പൊളിച്ചോളാൻ പറഞ്ഞു. അതാണ് MLA ചെയ്തത്, അല്ല വേറെ കാര്യം ചെയ്തിട്ടില്ല. അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് MLA-യുടെ പേരിൽ എടുക്കേണ്ട കാര്യമില്ല, യഥാർത്ഥത്തിൽ കാര്യമില്ല. പിന്നെ അവരിങ്ങനെ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുത്തെന്നാണ് ഇപ്പൊ പറയണത്. ഈ ഇത് പറയുന്നത് അത് ശരിയല്ലെന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പോലീസ് നയത്തിന്റെ വിരുദ്ധമായിട്ടല്ല. പോലീസ് അവരിങ്ങനെ വന്നിട്ട് അതിന്റെ ഉടമസ്ഥന്മാർ വന്നിട്ട് FIR ഇടുകയാണ്, അവർ മൊഴി കൊടുക്കുകയാണ്. MLA വന്നിട്ട് MLA നിന്നുകൊണ്ടാണ് ചെയ്തത്. അപ്പം അവര് അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യാൻ. അത് അന്വേഷിച്ചപ്പോൾ MLA പറഞ്ഞു എന്നാണ് ഉള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കേസെടുത്തതെന്ന് അവർ പറയണത്. പക്ഷെ അങ്ങനെ പറയാനൊക്കെ അങ്ങനെ പറയുന്നത് ശരിയാണ്. അതാണ് കേസെടുത്തത്, അല്ല വേറെ കാര്യമില്ല. പോലീസിന് ഒരു ന്യായമുണ്ട്. അവര് ഇങ്ങനെ മൊഴി എല്ലാവരും ഇങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേസെടുത്തു എന്ന് അവർ പറയുകയാണ്. അത് അങ്ങനെയൊക്കെയുള്ള നടപടിക്രമമുണ്ട്. അതൊന്നും പാലിക്കാതെ ഏതോ പോലീസുകാരന്റെ FIR ഇട്ടതാണ്. അത് മാറ്റിയല്ലോ, പിന്നെ വേറെ പ്രശ്നമില്ല. റിസോർട്ട് ഉടമകളുടെ താല്പര്യമല്ല, അതിലുള്ള വഴി യാത്രക്കാരുടെ താല്പര്യം. അതിലെ പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ല തന്നെ സംശയമില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഒരു വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെ നൽകാതെ ഗ്രൂപ്പ് പോരിന്റെ പലപ്പോഴും വലിയ തർക്കം നടക്കേണ്ട സാധ്യത. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിച്ച് കാശാണ് യൂത്ത് കോൺഗ്രസ്. അത് അവരുടെ സ്ഥിരം പരിപാടിയല്ലേ, ഇതിന് പല കാര്യങ്ങൾക്ക് വേണ്ടി പിരിച്ചിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത് സ്ഥിരം പരിപാടിയാണ് അവര്. അവര് പിരിച്ചത് ഏതെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ പണം പിരിച്ച നാട്ടുകാരുടെ നിന്ന് പണം പിരിച്ചിട്ടുണ്ട്. പിരിച്ചത് ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കിയിട്ട് നമ്മുടെ മുന്നിലുണ്ടോ? വീട് വിൽക്കാൻ വേണ്ടി കാശ് പിരിച്ചു, വീട് കൊടുത്തിട്ടുണ്ടോ? സുനാമി വന്നപ്പം കാശ് പിരിച്ചില്ലേ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ അവര് പറയും. അവര് സർക്കാരുമായിട്ട് സഹകരിക്കാൻ അവർ തയ്യാറല്ല. എന്നിട്ട് അവര് പറയും ഞങ്ങൾ സ്വതന്ത്രമായി ചെയ്യുകയാണ് എന്ന് പറയും. എന്നിട്ട് പിരിച്ചെടുത്തു കഴിഞ്ഞാലോ, പിരിച്ച് കയ്യിൽ അവിടെ കാശ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൈമാറി ഏതിനാണ് പിരിച്ചതെന്നൊന്നും നോട്ടമില്ല. അവരുടെ വിനിയോഗിക്കും. അത് ഒരു പുതിയ വാർത്തയല്ല. പണ്ട് പോലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇതാണ്. അതിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ തർക്കം ഇപ്പോൾ നടക്കുകയാണ്. കുട്ടനാട് സീറ്റ് ഉൾപ്പെടെ പലതവണ പാർട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ തർക്കങ്ങൾക്ക് അതിപ്പം അവരുടെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, LCP-യുടെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതെ, ആ തർക്കം തീരട്ടെ. തർക്കം തീരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ത് വേണമെന്നുള്ള കാര്യം. അത് അവരുടെ തർക്കവും പറ്റിയാലും തീർന്ന് വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം എന്ത് വേണമെന്നുള്ള കാര്യം. ഇപ്പൊ നമുക്ക് പറയാനില്ല. ഇപ്പൊ നമ്മളെ NCP-ക്ക് കൊടുത്തിരിക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്. അവർ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടി മൂക്കട്ടെ, നല്ലപോലെ മൂക്കട്ടെ. അല്ല ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ. അവര് പരിഹരിച്ച് മര്യാദയ്ക്ക് പോകാൻ വേണ്ടിയല്ല ഒരു സീറ്റ് നമ്മൾ കൊടുത്ത് അവിടെ നമ്മൾ ജയിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതനുസരിച്ച് ആ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം ശരിയായ രൂപത്തിൽ നടത്തി മുന്നോട്ട് പോകാന്നുള്ള സമയം സ്വീകരിക്കുകയല്ലേ വേണ്ടത്. അവിടെ 5-6 പേരേ ഉള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വേളവും ആയിട്ട് നടക്കുകയാണ്. അതൊക്കെ അവസാനിപ്പിച്ച് അവർ മര്യാദയ്ക്ക് പ്രവർത്തിക്കട്ടെ. വികസനം നല്ലപോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജില്ലയിൽ വികസനം നടക്കുന്ന മണ്ഡലം അതാണ്, അവിടെയാണ്. പക്ഷെ അതിനെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വലിയ രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വികസനമുണ്ട്. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട എത്ര കോടികളുടെ വികസനമല്ലേ, അതിനെ സമയബന്ധമായിട്ട് നടപ്പിലാക്കി കൊണ്ടുപോകുന്നില്ല എന്നുള്ള കുറവാണ് അവിടെ ഉള്ളത്. അല്ല, ആ സമയം കൂടെ തന്നെ വികസനത്തിന് വേണ്ടി മണ്ഡലത്തിൽ ശ്രദ്ധിക്കാമല്ലോ. വികസനത്തെ കേന്ദ്രീകരിച്ച് മര്യാദയ്ക്ക് ജനങ്ങളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക, അതാണ് വേണ്ടത്. അതിലേക്ക് വരും.